ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സാംസങ് അവരുടെ എ സീരീസായ അതായത് ഓഫ്ലൈൻ സീരീസായ എ സീരീസിലേക്ക് പുതിയ 2 സ്മാർട്ട് ഫോൺ കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. A15 5G അതേപോലെ തന്നെ A25 5G. A15 5G പറ്റിയുള്ള വിശേഷങ്ങൾ ആദ്യം നോക്കാം. A15 5G വരുന്നത് ഒരു 6.56 ഇഞ്ചിൻ്റെ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ കാരണമൊക്കെയാണ് വരുന്നത്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ 800 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ടായിരിക്കും ഈ ഫോൺ വരുന്നത്. സൈഡ് മൗണ്ട് ആയിരിക്കും ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് പറ്റി പറയുകയാണെങ്കിൽ സെയിം S23 നമ്മൾ കണ്ടില്ല, അത് സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇത് വരുന്നത്. അതായത് മുമ്പുണ്ടായിരുന്ന A14 5G കണ്ട സെയിം ഡിസൈൻ ആയിരിക്കും ബാക്ക് വരുന്നത്. മെയിൻ ക്യാമറ വരുന്നത് 50 MB മെയിൻ ക്യാമറ, 5 MB ഒരു അൾട്രാ വൈഡ് ക്യാമറ, 2 MB ഒരു മാക്രോ ലെൻസ്, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിട്ടായിരിക്കും ഈ മോഡൽ വരുന്നത്. ഫ്രണ്ട് സെൽഫി ക്യാമറ വരുന്നത് 13 MB സെൽഫി ക്യാമറ ആയിരിക്കും. ഇതിൽ നമുക്ക് ബാക്ക് ക്യാമറ വെച്ചുകൊണ്ട് നമുക്ക് 1080p 30 FPS വരെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. സെൽഫി ക്യാമറ വെച്ചുകൊണ്ട് സെയിം ആയിരിക്കും, 1080pയിൽ നമുക്ക് വീഡിയോ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റും. 5000 mAh ഒരു വലിയ ബാറ്ററി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. 25 വാട്ടായിരിക്കും മാക്സിമം സപ്പോർട്ട് വരുന്നത്. ബോക്സിൻ്റെ കൂടെ ചാർജർ കാണൂല, നിങ്ങളത് പ്രതീക്ഷിക്കുകയും വേണ്ട. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പം എല്ലായിടത്തും കണ്ടുവരുന്ന സെയിം പ്രൊസസ്സർ MediaTek Dimensity 6100+ എന്നുള്ള പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ മോഡൽ വരുന്നത്. നമുക്കിതിൽ 14 5G ബാൻഡ് വരെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ 6100+ എന്ന് പറയുന്നത് ഒരു 6nm പ്രൊസസ്സറാണ്. ഇതേ സെയിം പ്രൊസസ്സർ വെച്ചുകൊണ്ടാണ് Realme C67 അതുപോലെ തന്നെ Redmi 13C എന്നീ 2 ബ്രാൻഡുകൾ ഫോണിൽ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രൈസ് റേഞ്ച് 15 അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി പ്രൈസ് കൂടുതലായിരിക്കും. എന്നാലും നമുക്ക് LED ഡിസ്പ്ലേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ആൻഡ്രോയിഡ് 14 ഈ ഫോൺ വരാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ അവിടെ UI ആയ One UI ലേറ്റസ്റ്റ് 6 ഈ ഫോൺ വരാൻ പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ A15ൻ്റെ സ്പെക്ക് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. നമുക്ക് അടുത്തായിട്ട് ഇതിൻ്റെ അടുത്ത മോഡലായിട്ട് A25 5Gയുടെ സ്പെക്ക് നോക്കാം. അതിന് മുമ്പ് A15 5G നമുക്ക് 2 വേരിയൻ്റിലായിരിക്കും കിട്ടുന്നത്. A2128 അതുപോലെ തന്നെ A2256. ഇതിൻ്റെ പ്രൈസ് വരുന്നത് A2128 19500, A2256 22500 എന്ന ഇതിലേക്ക് പ്രൈസ് കാര്യങ്ങൾ വരുന്നത്. കാർഡ് ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഓഫ്ലൈൻ നോക്കുകയാണെങ്കിൽ രണ്ടും സാംസങ്ങിൻ്റെ പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിൽ രണ്ടും നല്ല മോഡൽസ് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തതായി A25 5Gയുടെ സ്പെക്കിലേക്ക് പോകും. A25 5G വരുന്നത് ഒരു 6.55 ഇഞ്ചിൻ്റെ 120 Hz റിഫ്രഷ് ആയിട്ടുള്ള സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ കാര്യങ്ങളിലേക്ക് വരുന്നത്. നമുക്ക് 1000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ പ്രൊസസ്സർ വരുന്നത് Exynos 1280 ആയിരിക്കും. ഒരു 6nm പ്രൊസസ്സർ കാര്യങ്ങളിലേക്ക് വരുന്നത്. നമുക്കിതിൽ 14 ബാൻഡ് 5G കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് 14 വരുന്നത്. അതുപോലെ തന്നെ One UI 6 ഈ ഫോൺ വരാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ എന്ന് പറഞ്ഞാൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാൻ കാര്യങ്ങളിലേക്ക് വരുന്നത്. ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 50 MB ഒരു മെയിൻ ക്യാമറ, 5 MB ഒരു അൾട്രാ വൈഡ്, അതേപോലെ തന്നെ 2 MB ഒരു മാക്രോ ലെൻസ്, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഈ മോഡ് വരാൻ വേണ്ടി പോകുന്നത്. ഇതിൽ 50 MB മെയിൻ ക്യാമറയിൽ OIS സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമുക്കിതിൽ മെയിൻ ക്യാമറ വെച്ചുകൊണ്ട് 4K 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 13 MB ഫ്രണ്ട് ക്യാമറ ആയിരിക്കും വരുന്നത്. നമുക്കിതിൽ 1080p വരെ മാക്സിമം റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഈ ഫോണിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വരുന്നത് 5000 mAh ബാറ്ററിയാണ്. 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൻ്റെ കൂടെ എന്തായാലും ചാർജ് വരത്തില്ല, അത് സെപ്പറേറ്റ് ക്യാഷ് കൊടുത്ത് തന്നെ നിങ്ങൾ വാങ്ങേണ്ടി വരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.